സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പോറ്റിയെ കേറ്റിയെ സ്വർണം കട്ടവനാര് എന്ന പാട്ട് വിവാദങ്ങളിൽ കത്തി അമരുകയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിൽ ഈ പാട്ടിന്റെ രചയിതാവ് GP കുഞ്ഞബ്ദുള്ള ഖേദം പ്രകടിപ്പിക്കുന്നതും മറ്റുമൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ GP കുഞ്ഞബ്ദുള്ളയുമായി ബന്ധപ്പെട്ട് ഖത്തറിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഈ പാട്ടിന്റെ രണ്ടാം ഭാഗം ഇറക്കാൻ പോകുന്നു എന്നുള്ളതാണ്. വെല്ലുവിളിയോടെയാണ് CPM-നെ GP കുഞ്ഞബ്ദുള്ളയും സംഘവും നേരിടാൻ പോകുന്നത് എന്ന വാർത്ത തന്നെയാണ് അങ്ങ് ഖത്തറിൽ നിന്ന് വരുന്നത്. മാധ്യമം റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ ഈ പാരഡി ഗാനത്തിന്റെ രണ്ടാം ഭാഗം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് ഇറക്കുമെന്നും ഇത് UDF മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് പുറത്തിറക്കുന്നതെന്നുമുള്ള വാർത്തയാണ് വരുന്നത്. ഈ കേസൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് KPCC അധ്യക്ഷനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവൊക്കെ പറഞ്ഞു എന്നാണ് GP കുഞ്ഞബ്ദുള്ള ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നത്. രണ്ടാം ഭാഗം എഴുതും. ഇതിൽ യാതൊരു രീതിയിലുള്ള മതസ്പർദ്ധയുമില്ല. ഇവിടെ ഒരു മതത്തിൻ്റെയും ഒരു ചിഹ്നത്തെയും അയ്യപ്പനെയും ഒന്നും കളിയാക്കാതെ എഴുതിയ ഒരു ഗാനമാണിത്. ഇതിൽ കാര്യമായും ഈ ശബരിമല വിഷയമാണ് ഇതിൽ ആളുകൾ എടുത്തു കാണിക്കുന്നതെങ്കിലും ശബരിമല വിഷയം മാത്രമല്ല ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ആശാവർക്കർമാരോട് സർക്കാർ ചെയ്ത വിഷയവും അതുപോലെ തന്നെ ഷാഫി പറമ്പിലിനെ പേരാമ്പ്രയിൽ വെച്ച് അടിച്ചതും അങ്ങനെ തുടങ്ങി വിവിധ വിഷയങ്ങൾ ഈ പാട്ടിൽ ഞാൻ ചർച്ച ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അത് മാത്രവുമല്ല, ഈ തുടക്കകാലങ്ങളിലൊക്കെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ തുടക്കകാലങ്ങളിൽ BJP പോലും ഈ ഗാനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നും കോൺഗ്രസ് മാത്രമല്ല ഈ ഗാനം ഉപയോഗപ്പെടുത്തിയതെന്നും GP കുഞ്ഞബ്ദുള്ള പറയുകയാണ്. ഭക്തരെ ഇത് ബാധിച്ചു എന്ന് പറയുന്ന ചില വിദ്വാൻമാരോട് അദ്ദേഹത്തിന് പറയാനുള്ളത്, ഭക്തർ മണ്ഡലകാലത്ത് ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന ഭക്തർ ബസ്സിൽ ഈ പാട്ടിട്ടുകൊണ്ട് പോകുന്ന വീഡിയോ എൻ്റെ കയ്യിലുണ്ടെന്നും പല സുഹൃത്തുക്കളും എനിക്കത് അയച്ചു തന്നിട്ടുണ്ട് എന്നുമാണ് GP കുഞ്ഞബ്ദുള്ള ഇപ്പോൾ പറയുന്നത്. ഇന്നലെ മീഡിയ വണ്ണിലും മറ്റുമൊക്കെ നടന്ന ചർച്ചയിൽ രാഹുൽ ഈശ്വറും മറ്റുമൊക്കെ ഇരുന്നു കൊണ്ട് CPM-ന്റെ KP കുഞ്ഞിക്കണ്ണനും മറ്റുമൊക്കെ ഇരുന്ന് ഇതിനെ ചർച്ച ചെയ്യുന്ന സമയത്ത് GP കുഞ്ഞബ്ദുള്ളയും ചർച്ചയിലേക്ക് വിളിച്ചിരുന്നു. ഈ വിഷയം, ഈ പാട്ടിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നും സർക്കാർ കേസെടുക്കാൻ സാധ്യതയുണ്ടെന്നും ഒക്കെ പറയുമ്പോൾ പാവം ഈ GP കുഞ്ഞബ്ദുള്ള പറയുന്നത്, ഏതെങ്കിലും ഒരു ഭക്തർക്ക്, ഞാൻ അങ്ങനെ ഭക്തരെ വിഷമിപ്പിക്കുവാൻ വേണ്ടി അങ്ങനെ ഉദ്ദേശത്തോടു കൂടി എഴുതിയിട്ടില്ല. ഇനി ആർക്കെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് ആ സാധു പറഞ്ഞത്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന് തീർച്ചയായും ധൈര്യം പകർന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ പാട്ട് അദ്ദേഹമാണ് എഴുതിയതെങ്കിലും ഈ പാട്ട് കേരളത്തിന്റെ മണ്ണിൽ ഇപ്പോൾ തകർന്നാടുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് പരക്കെ പറന്നിരിക്കുന്നു. പക്ഷെ പോലീസ് ഈ തിരുവാഭരണ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല കൊടുത്ത ഈ പരാതിക്ക് മേൽ ആദ്യം പോലീസ് മേധാവിക്കാണ് പരാതി കൊടുത്തത്. അത് ADGP H വെങ്കടേശന് കൈമാറുകയും പിന്നെ സൈബർ ഓപ്പറേഷൻ വിങ്ങിനോട് ഇതിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ പ്രാഥമിക അന്വേഷണം നടത്തിയതിൻ്റെ ശേഷമാണ് ഇപ്പോൾ തിരുവനന്തപുരം സൈബർ പോലീസ് രാഹുൽ ഈശ്വറിനെ ഒക്കെ എതിരെ കേസെടുത്ത അതേ സൈബർ പോലീസ് ഇപ്പോൾ ഈ വിഷയത്തിലും കേസെടുത്തിരിക്കുന്നത്. ഈ കേസ് എടുത്തിരിക്കുന്നത് ഒന്ന് രചയിതാവ് GP കുഞ്ഞബ്ദുള്ളക്കെതിരെയും അതുപോലെ ഗായകൻ ഡാനിഷ് മലപ്പുറവും ചിത്രീകരിച്ച CMS മീഡിയ നിർമ്മാതാവ് സുബൈർ പന്തല്ലൂരിനെതിരെയും, ഇങ്ങനെ 3 പേർക്കെതിരെയാണ് ഈ ഒരു പാർട്ടിനെതിരെയുള്ള കേസ്. ഇപ്പോൾ CPM നേതൃത്വം കൊടുക്കുന്ന ഭരണം, മുഖ്യമന്ത്രിയുടെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. പക്ഷെ ഇതിലൂടെയൊക്കെ CPM-കാരും CPM ഭരണവും പിണറായിയും ഒക്കെ നിലവാരം കുറഞ്ഞു പോകുന്നു എന്നല്ലാതെ ഈ കേസൊന്നും നിലനിൽക്കുകയില്ല എന്ന് കേരളത്തിലെ അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പോലും CPM-കാർ പോലും ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്യുന്നത്, ഈ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ടെന്നും ഈ പാട്ടൊക്കെ ഒരു ഹാസ്യമായി ഒരു അത്തരത്തിൽ മാത്രമേ ഞങ്ങൾ ആരും ജനങ്ങളും കാണുകയുള്ളൂ, ഇതിനെതിരെയുള്ള കേസുകളൊന്നും നിലനിൽക്കില്ല എന്ന് തന്നെയാണ് ആളുകൾ വന്ന് കമന്റ് ചെയ്യുന്നത്. CPM-കാർക്ക് പോലും, സഖാക്കൾക്ക് പോലും, അതായത് നല്ല വൃത്തിയുള്ള സഖാക്കൾക്ക് പോലും
ഇതിൽ വേദന ഉണ്ടായിട്ടില്ല. അവരുദ്ദേശിക്കുന്നത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ ആളുകൾ പിടിക്കപ്പെടണമെന്നും അവർ ശിക്ഷയ്ക്ക് വിധേയരാകണമെന്നുമാണ്. ജനാധിപത്യ വിശ്വാസികളും നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന ഹിന്ദുമതത്തെയും ഏത് ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ഒരുപോലെ ബഹുമാനിക്കുന്ന എല്ലാ മതസ്ഥരും ആഗ്രഹിക്കുന്ന വിഷയവും അത് തന്നെയാണ്. ഈ വിഷയം തന്നെയാണ് JP കുഞ്ഞബ്ദുള്ള സാഹിബ് ഇത് എഴുതുന്ന സമയത്തും അദ്ദേഹം പറഞ്ഞത്. ഭക്തർക്ക് മനോവിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം ഇവിടെ നടന്നപ്പോൾ ആ വിഷയത്തിൽ തന്നെ അതേ ഭക്തിഗാനം, അയ്യപ്പൻ്റെ ഭക്തിഗാനത്തിൻ്റെ ടൂൺ എടുത്തുകൊണ്ട് അതിൽ തന്നെ എഴുതണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എഴുതി എന്നുള്ളതാണ്. ആരെയെങ്കിലും വേദനിപ്പിക്കുകയോ ആരെയെങ്കിലും മുറിവേൽപ്പിക്കുകയോ എന്നുള്ളത് JP കുഞ്ഞബ്ദുള്ള സാഹിബിൻ്റെ ഉദ്ദേശമേ അല്ല. അദ്ദേഹം പല സമയങ്ങളിലായി 600ഓളം പാരഡി ഗാനങ്ങൾ ഇത്തരത്തിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ. പക്ഷേ ഈ ഒരു പാട്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ഹിറ്റാവുകയും CPM-ന് തോൽവി നേരിടുകയും ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഗാനങ്ങൾക്കെതിരെയൊക്കെ ഇപ്പൊ CPM അറിഞ്ഞുതുള്ളി കേസെടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് CPM ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിരുന്നുവെങ്കിൽ ഈ പാട്ടിനെയൊക്കെ ആരെങ്കിലും കേസ് കൊടുത്താൽ തന്നെയും ഇതൊക്കെ ഹാസ്യമാണെന്ന് പറഞ്ഞ്, ഇതൊക്കെ അങ്ങനെ തള്ളേണ്ട വിഷയമാണെന്ന് പറഞ്ഞ് ഇതൊന്നും കേസെടുക്കാൻ പോലീസ് മേധാവികൾക്ക് ഉത്തരവിടുകയോ അതിനൊന്നും തുനിയുകയോ ചെയ്യില്ലായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. CPM എന്ന പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ അസ്തമിച്ചു പോകണമെന്നോ ഇല്ലാതായി പോകണമെന്നോ ഒരു കോൺഗ്രസ്സുകാരൻ പോലും ആഗ്രഹിക്കുകയില്ല. കാരണം നമുക്കറിയാം ഇതൊക്കെ ഒരു ബാലൻസിങ്ങിൽ പോകുന്ന ഒരു രാജ്യമാണ്, ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ കണ്ടതാണ്. പല സ്ഥലങ്ങളിലും CPM-ന് സീറ്റ് കുറയുന്ന സാഹചര്യത്തിൽ അവിടെ UDF പല സ്ഥലങ്ങളും പിടിച്ചടക്കിയിട്ടുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിലെങ്കിലും ആ സീറ്റിലേക്ക് BJP കയറി വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ഒരിക്കലും ഇവിടെ സംഘികൾ BJP-കാരി വരുന്നതിനെ കേരളത്തിലെ UDF-കാരോ LDF-കാരോ ആരും ആഗ്രഹിക്കുന്നില്ല. LDF-ൽ ചില വിഭാഗം ഇപ്പോൾ അവരുടെ നയങ്ങൾ, CPM-ന്റെ നയങ്ങൾ, പ്രത്യേകിച്ച് CPIM-ന്റെ നയങ്ങൾ ഇപ്പോൾ BJP-യോട് ചേർന്ന് നിൽക്കുന്ന കമ്മ്യൂണൽ വിഷയങ്ങൾ എടുത്തിടുകയും മുസ്ലിമീങ്ങൾക്കെതിരെയും ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ഒക്കെ ഇത്തരത്തിൽ പല വിഷയങ്ങളും അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ജമാഅത്ത് ഇസ്ലാമിയുടെയും മറ്റുമൊക്കെയുള്ള വിഷയങ്ങൾ പറയുകയും ചെയ്തതിൻ്റെ കൂടി ഫലമാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ അനുഭവിച്ചത് എന്നുള്ളതാണ്. എന്നാൽ ഇത്തരത്തിൽ ആർക്കെങ്കിലും എതിരെ ഇങ്ങനെ കള്ളക്കേസെടുക്കുകയും പാരഡി ഗാനങ്ങൾ എഴുതിയവർക്ക് പോലും ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ ഭരണവും പോലീസും മാറിക്കഴിയുമ്പോൾ അതൊക്കെ ഹാസ്യമാണ്, പരിഹാസ്യമായ ഒരു ഭരണകൂടമായി ഈ പിണറായി സർക്കാർ മാറുകയേ ഉള്ളൂ എന്നല്ലാതെ മറ്റൊന്നിനും വഴിവെക്കില്ല. ഇതിപ്പം വഴിവെച്ചിരിക്കുന്നത് വെല്ലുവിളി സ്വരത്തോടെ തന്നെയാണ് JP കുഞ്ഞബ്ദുള്ള സാഹിബ് ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ രണ്ടാം ഭാഗത്തിന്റെ വിഷയം ഉള്ളടക്കം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞോ? ജയിലിൽ നിന്ന് വാസു മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്ത്, അതാണ് ഉള്ളടക്കം എന്ന് പറയുന്നത്. നമുക്കറിയാം ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ ആയിരുന്ന അതുപോലെ തന്നെ CPIM നേതാവുമായിരുന്ന MN വാസു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. ആ റിമാൻഡിൽ കഴിയുന്ന വാസു റിമാൻഡിൽ ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രിക്ക് എഴുതുന്ന കത്താണ് പോലും രണ്ടാം ഭാഗത്തിന്റെ ഉള്ളടക്കം. കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. CPM-കാർ ഇത്തരത്തിൽ കേസെടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെയും മറ്റും എല്ലാവിധ സപ്പോർട്ടും KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവൊക്കെ വിളിച്ച് കേസൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളുമെന്നാണ് ഈ JP കുഞ്ഞബ്ദുള്ളക്ക് ഉറപ്പ് കൊടുത്തത്. പാട്ട് ഇനിയും എഴുതിക്കോളൂ എന്നുള്ള ഉറപ്പ് കൊടുത്ത സ്ഥിതിക്ക് അങ്ങ് ഖത്തറിലുള്ള JP കുഞ്ഞബ്ദുള്ള സാഹിബിന് ഇതിന്റെ വിഷയത്തിൽ ഒട്ടും പേടിക്കേണ്ടതേ ഇല്ല. കാരണം ഇതൊരു കോടതിയിലും ഈ കേസ് നിലനിൽക്കില്ല എന്നുള്ളത് പച്ചവെള്ളം പോലെ സത്യമാണ്. പിന്നെ ഇത്തരത്തിൽ UDF-ന്റെ ഭാഗത്ത് നിന്ന് ധൈര്യവും കൂടി കിട്ടുമ്പോൾ കുഞ്ഞബ്ദുള്ള സാഹിബ് പിന്നെ പേടിക്കേണ്ടതേ ഇല്ല. ഇതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് പാട്ട് ഇനിയും ഗംഭീരമായി പുറത്തിറങ്ങാൻ പോകുന്നു എന്നല്ലാതെ CPM-ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കാണില്ല എന്ന് ഇപ്പോൾ തന്നെ ഏകദേശം ഉറപ്പായിരിക്കുന്നു. ഇനി വാസു മുഖ്യമന്ത്രിക്ക് എഴുതുന്ന കത്തിന്റെ പാരഡി ഗാനവും കൂടി ഹിറ്റ് ആവുകയാണെങ്കിൽ നിയമസഭയിലേക്ക് CPIM തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ ഒരു ചെറിയ പാട്ടിന് അത് ഹിറ്റായത് കൊണ്ട് CPIM ഇപ്പോൾ പോലീസ് മേധാവി അല്ലെങ്കിൽ തിരുവനന്തപുരം ഈ
പോലീസ് കേസെടുത്തിരിക്കുന്നത് സമാധാന ലംഘനം, ക്രമസമാധാന ലംഘനം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാരതീയ ന്യായ സംഹിതയിലെ BNS 299 353 C വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഇതിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ 3 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതിലൊക്കെ ഈ പാട്ടിൽ നമുക്കറിയാം ബിന്ദു അമ്മിണിമാരെ മലകേറ്റി എന്നൊക്കെ പറയുന്ന ചില വരികൾ ഉള്ളത് കൊണ്ട് ആ ബിന്ദു അമ്മിണിയോട് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, നിയമപരമായി മുന്നോട്ട് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, അതിനൊന്നും കൈകടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ബിന്ദു അമ്മിണി പോലും പറയുന്നത്. നമുക്കറിയാം ബിന്ദു അമ്മിണിയെ CPM മുമ്പ് ഈ ശബരിമല സ്ത്രീ പ്രവേശന സമയത്ത് ശബരിമലയിൽ കയറ്റിയ ഒരു സാഹചര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ ബിന്ദു അമ്മിണി പറയും ഇതൊക്കെ ഓരോരുത്തരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, അതിലൊന്നും ഞാൻ കൈകടത്തുന്നില്ല എന്ന് ബിന്ദു അമ്മിണി പറഞ്ഞ ആ വിവേകം പോലും പിണറായി പോലീസിന് ഇല്ലാതെ പോയല്ലോ, ഇവിടെ നിയമം കാത്തു സൂക്ഷിക്കേണ്ട പിണറായി പോലീസിന് ഇല്ലാതെ പോയല്ലോ എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും ഈ കേസ് കോടതിയിലെത്തുമ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ കള്ളം പറഞ്ഞതുപോലെ ഈ കേസിനെതിരെ ഈ JP കുഞ്ഞബ്ദുള്ള സാഹിബിനെതിരെയും അതുപോലെ ഈ പാട്ടിന്റെ അണിനിറക്കാർക്കെതിരെ കള്ളങ്ങൾ നിരത്താൻ പ്രോസിക്യൂഷൻ വല്ലാതെ വിയർക്കും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. തൽക്കാലം വിട. ഈ ഒരു വിഷയം എന്താകുമെന്ന് നമുക്ക് നോക്കി തന്നെ കാണേണ്ടി വരും. നമുക്ക് വീണ്ടും കാണാം.